കുട്ടികളിൽ വരക്കാനുള്ള കഴിവിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ മൂലം കുട്ടികളെ വലിയൊരു ചിത്രം വരക്കാരനാക്കാം എന്നത് മാത്രമല്ല കാര്യം. നമ്മുടെ കുട്ടികൾ LKG-യിലൊക്കെ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് അക്ഷരങ്ങളും മലയാള അക്ഷരങ്ങളും എഴുതാൻ പഠിക്കുക, പെട്ടെന്ന് കൈ വഴങ്ങുക, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതും എൻ്റെ മകനിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ ഡ്രോയിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതായത് സാധനങ്ങൾ പരിചയപ്പെടുത്താനാണ്. പെന്ന്, ബുക്ക്, കളേഴ്സ്. ഞാൻ എൻ്റെ മകന് 1 വയസ്സുള്ളപ്പം, അതായത് 1 വയസ്സ് തുടങ്ങിയപ്പോൾ ഞാൻ ചിത്രം വരക്കുമ്പോൾ അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവന് ഞാൻ പെന്ന് കൊടുക്കുമായിരുന്നു, ഒരു പേപ്പറും കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ബുക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വരക്കുന്ന സമയം തന്നെ അവൻ എൻ്റെ കൂടെ ഇരുന്ന് അവന് കൊടുത്തിട്ടുള്ള ബുക്കിൽ പെന്നുകൊണ്ട് വരക്കും. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾ പെന്ന് ഇതുപോലെ പിടിക്കില്ല, പകരം അവരിങ്ങനെയാണ് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും അവർ വരക്കുക. പക്ഷെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ, അതായത് ആ 1 വയസ്സൊക്കെയുള്ള പ്രായത്തിലെ കുട്ടികൾ നമ്മൾ ഇങ്ങനെ വരക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവരിങ്ങനെ വരക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ കൊടുക്കുക, അവരിങ്ങനെ തന്നെ വരച്ചോട്ടെ എന്ന് വെക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് പോലെ വരയും കുറിയൊക്കെ വരക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് തോന്നിയാൽ, അല്ലെങ്കിൽ അതിൽ അവരൊരു കളി അല്ലെങ്കിൽ ഒരു രസം പിടിച്ച് വന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കളേഴ്സ് പരിചയപ്പെടുത്തി കൊടുക്കണം, അതായത് കളർ പെൻസിൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇത്ര ചെറിയ കുട്ടികളാകുമ്പോൾ നിങ്ങൾ ഒപ്പം തന്നെ ഇരിക്കണം. അല്ലാതെ അവർക്ക് അത് കൊടുത്തിട്ട് നിങ്ങളുടെ പാട്ടിന് പോകാൻ പാടില്ല. നിങ്ങൾ ഒപ്പം തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അവരതെടുത്ത് വായിലിടാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് കളർ പരിചയപ്പെടുത്തി കൊടുക്കുക. ഞാൻ ചെയ്തത് കളർ പെൻസിലായിരുന്നു ആദ്യം പരിചയപ്പെടുത്തി കൊടുത്തത്. കാരണം ക്രയോൺസ് ഒക്കെ ആകുമ്പോൾ അത് പൊട്ടിക്കാനും വായിലിടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മെഴുകല്ലേ, ഞാൻ കളർ പെൻസിലാണ് കൊടുത്തത്. കാരണം കളർ പെൻസിൽ ഒരു കടി അടിച്ചാലും ഒന്നും പൊട്ടി വായിൽ വരാനില്ല, ഈ ഒരു നിബിൻ്റെ ഭാഗമല്ലാതെ. അപ്പോൾ ഞാൻ അവന് അതിൽ ഓരോ കളറും പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഒരു ടൈമിൽ തന്നെ ഓരോ പെൻസിൽ എടുത്ത് ഇതെന്ത് കളർ എന്ന് ചോദിച്ചാൽ അവൻ പറയുമായിരുന്നു റെഡ്, ഗ്രീൻ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ അവന് അതിലൂടെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ ചുമരിലൊക്കെ വരച്ചിടാൻ തുടങ്ങി, ചുമരിൽ വൃത്തികേടാക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങളതിനാരൊന്നും വഴക്ക് പറയാറൊന്നുമില്ല. ഈ കാണുന്ന സംഗതി കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ മോൻ്റെ കലാവിരുത് തന്നെയാണ്. പക്ഷെ അവരുടെ ബുദ്ധി വളർന്നതിൻ്റെ ഒരു സ്റ്റേജാണ് അത്. അവൻ ചുമരിൽ വരക്കാൻ തുടങ്ങിയ ആ ടൈമിൽ അവൻ ചുമരിൽ വരക്കുന്ന ചിത്രങ്ങൾ നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവൻ വെറുതെ വരയ്ക്കുകയല്ല. ആ ടൈം അവന് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവൻ വെറുതെ വരയ്ക്കുകയല്ല, അതിന് എന്തൊക്കെയോ രൂപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഒരു ഹൂമണ്ട പോലെയുള്ള ഒരു ചിത്രം കണ്ടപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഇത് ആരാ ചോദിച്ചപ്പോൾ അവൻ അവൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെ അവന് ഇതിൽ എന്തോ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവന് പെന്ന് കൊടുത്ത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഞാൻ അവനെ ട്രെയിൻ ചെയ്യിക്കാൻ നോക്കി. ആദ്യമൊക്കെ അവന് പറ്റിയില്ലെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവൻ ഇങ്ങനെ പിടിക്കുന്നത് മാറ്റി പിന്നെ ഇങ്ങനെ തന്നെ പിടിച്ചു തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് അവന് വരക്കാൻ പറ്റുക എന്നുള്ളൊരു പറ്റുന്നുണ്ടെന്നുള്ള ബോധം അവന് വന്നതുകൊണ്ട് പിന്നെ അവൻ തന്നെ ഇങ്ങനെ വരക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ഇങ്ങനെ നേർവര വരക്കാനും അതുപോലെ ഇതുപോലെ സിങ്സാങ് പോലെയുള്ള വരകൾ വരക്കാനും ഇതൊക്കെ ഞാൻ അവന് കാണിച്ചു കൊടുത്തു. ഇതുപോലെ വരക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേയൊക്കെ അവൻ ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാലും കുട്ടികളെ സ്വഭാവമാണല്ലോ, അവരങ്ങനെ ഇരുന്ന് ചെയ്യുമെന്ന് ചെയ്യില്ല. അവർക്ക് തോന്നുമ്പോൾ അവർ ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ക്വയറൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ മാത്രം, അതായത് പുറത്താവാതെ അതിൻ്റെ ഉള്ളിൽ മാത്രം കളർ കൊടുക്കാൻ വേണ്ടി അവനോട് പറഞ്ഞു. പറഞ്ഞ മാത്രമല്ല, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കൈയൊക്കെ കൊട്ടി ആ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പം അവരൊക്കെ തിരിച്ച് സ്മൈൽ ഇടുമ്പോൾ ഒക്കെ ഞാൻ അതൊക്കെ അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവനത് ഭയങ്കര സന്തോഷമായിരുന്നു. ചിത്രം വരക്കുക, ഫോട്ടോ എടുത്ത് വാട്സപ്പിലൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇതിലെല്ലാത്തിലും ഉപരി അവനിങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിത്രം വരക്കുന്നത് കാണുന്നതായിരുന്നു. അതായത് ഞാൻ ഫോൺ നോക്കുന്ന സമയം അവന് ഫോൺ നോക്കും. അപ്പോൾ അവന് ഫോൺ നോക്കുന്നത് കുറക്കാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവന് ഈ പെന്നും ബുക്കും കൊടുത്തിട്ട് ഞാൻ ചിത്രം വരക്കാൻ തുടങ്ങിയത്. ഞാൻ ഫോൺ ഒഴിവാക്കിയപ്പോൾ എനിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ. അപ്പോൾ ഞാൻ ഒരുപാട് ചിത്രം വരക്കാൻ തുടങ്ങി. അപ്പോൾ അവനെയും കൂടെ ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നോ അതിൻ്റെ കോപ്പി ആയിട്ട് അവൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചിത്രം നോക്കി വരക്കുമ്പോൾ അവനും അങ്ങനെ നോക്കി വരക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഫോൺ നോക്കിയായിരുന്നു ചിത്രം വരക്കൽ. അപ്പോൾ ഒരു ദിവസം അവൻ എൻ്റെ ഫോൺ വാങ്ങിച്ച് അവൻ ഒരു ആടിനെ വരച്ചു. അത് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ആ ആടിനെ വരക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഞെട്ടിപ്പോയി എന്ന് വെച്ചാൽ, ഭയങ്കര സംഭവമായിട്ട് ആടൊന്നുമല്ല. പക്ഷെ ഒരു 2 വയസ്സുള്ള കുട്ടി അങ്ങനെ ഒരു ചിത്രം വരക്കുന്നത് കാണുമ്പോൾ എനിക്ക് അറിയില്ല, എല്ലാവരും അങ്ങനെ വരക്കും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മോൻ അങ്ങനെ വരച്ചപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക, എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനും സുഖമാണ്, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും എന്ന ധാരണയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. ആദ്യം തന്നെ കുട്ടികളെ ഈ വസ്തുക്കൾ പരിചയപ്പെടുത്തുക, പെന്ന്, ബുക്ക്, കളർ ഇതൊക്കെ പരിചയപ്പെടുത്തുക. രണ്ടാമത് നമ്മൾ അവരെ കൊണ്ട് സ്ട്രൈറ്റ് ലൈനും റൗണ്ടും, പക്ഷെ ഇതൊന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല അവർ ചെയ്യുന്നത്, പക്ഷെ എന്നാലും അത് വരയ്ക്കാൻ വേണ്ടി ജസ്റ്റ് ശീലിപ്പിക്കുക. അവരതിന് ഇരുന്ന് തരികയും ചെയ്യില്ല. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ വരച്ച മോനെ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ശ്രമിക്കുക. അതുപോലുള്ള വരകളെല്ലാം അവർ ചെയ്യിപ്പിക്കുക. പിന്നെ എന്ന് വെച്ചാൽ സർക്കിൾ, സ്ക്വയർ, ഇതൊക്കെ വരച്ച് ഇതിൻ്റെ അകത്ത് പുറത്ത് പോകാത്ത രീതിയിൽ കളർ കൊടുക്കാൻ വേണ്ടി ശീലിപ്പിക്കുക. അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ പെൻസിൽ ഇങ്ങനെ പിടിക്കുന്നതിൽ നിന്ന് മാറ്റി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക. ഈ സർക്കിളും സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനും ഒക്കെ വരക്കാൻ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ കുത്തുകൾ വരച്ചിട്ട് അത് യോജിപ്പിക്കാൻ കൂടി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതും നല്ലതായിരിക്കും. പിന്നെ മാക്സിമം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മാക്സിമം ബുക്സ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. 200 പേജ്, അതും വരയില്ലാത്ത നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക. വേറെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബുക്ക് മേടിക്കേണ്ട. അത് ഒരുപാട് നല്ല പേജ് ക്വാളിറ്റിയിലെ ബുക്ക് ആവണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ പെന്നും
പെൻസിലിനേക്കാളും കുറച്ചുകൂടി അവർക്ക് ഇഷ്ടപ്പെടുക പെന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം പെന്നിൽ കൊണ്ട് എഴുതുമ്പോൾ ആ എന്താ പറയുക ഇങ്ക് നമുക്ക് വൃത്തി കാണുമല്ലോ, പെൻസിലിൻ്റെ അത്ര ഡാർക്കായിട്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പെന്നും അതുപോലെ സാധാ നോർമൽ നോട്ട് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക. അവർ ആ പേജ് കുത്തി വരക്കട്ടെ, എന്ത് വേണേലും ചെയ്യട്ടെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബുക്ക് കീറരുത്, അത് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുതലേ അവരെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് നമ്മൾ ബുക്കൊക്കെ എടുത്ത് കൊടുക്കുക, അവരത് ചിലപ്പോൾ പേജൊക്കെ കീറിപ്പറിച്ച് കളഞ്ഞു എന്ന് വരും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇതിങ്ങനെയാണ്, അത് നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവരിക. ഇത്രയും ചെയ്ത് നമ്മുടെ കുട്ടിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ, അതായത് അവർ ബുക്കും പെന്നും കിട്ടിയാൽ അവൻ അവിടെ ഇരുന്ന് ചിത്രം വരക്കും. മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവന് ഓരോരോ മാസികൾ പരിചയപ്പെടുത്തി കൊടുക്കണം. എന്താ പറയുക, കളിക്കുടുക്ക, മിന്നാമിന്നി ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അതിലത്തെ ഓരോ വർക്കും ചെയ്യുക. കുത്തുകൾ യോജിപ്പിക്കാനുണ്ടാവും, പിന്നെ മിട്ടുമയലിന് വഴി കാണിച്ചു കൊടുക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ അതിനകത്ത് ഉണ്ടാവും. കളർ കൊടുക്കാൻ, ഇതൊക്കെ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യുക. ഒപ്പം അതിലെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർക്ക് ബുക്കിനോട് ഇഷ്ടമുണ്ടാവും, ബുക്ക് വായിക്കാനും ബുക്കിൽ എഴുതാനും. അങ്ങനെയുള്ള പിന്നെ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അത് അവരോട് നോക്കി വരക്കാൻ പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു വയസ്സ് മുതൽ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച കുട്ടി ഒരു 2-2.5 വയസ്സാകുമ്പോൾ നോക്കി വരക്കാൻ തുടങ്ങും. എൻ്റെ മകൻ ഒരു 2 വയസ്സ് 2.5 വയസ്സാകുമ്പോൾ മൊബൈലിൽ കാണുന്ന ചിത്രങ്ങൾ നോക്കി വരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് അല്ലെങ്കിലും അവൻ്റെ ഒരു പ്രായത്തിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു ആ ചിത്രങ്ങൾ. അങ്ങനെ അവൻ വരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വരക്കാൻ അറിയില്ല, അതുകൊണ്ട് നിങ്ങളെ മക്കൾക്കും ആ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് എന്താ പറയുക ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. കാരണം നിങ്ങളായിട്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും വരക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കാവുന്ന പോലെ എന്തെങ്കിലും നിങ്ങളും കുത്തി വരച്ചാൽ മതി, അവരും കുത്തി വരക്കരുത്. അങ്ങനെ ചെയ്ത് അവർ കുത്തി വരച്ച് അവർക്ക് ആ പെണ്ണ് പിടിക്കാനും അതുപോലെ എഴുതാനും ഒക്കെ പറ്റുക. നിങ്ങളുടെ കുട്ടികളെ LKG ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അവർ സുഖമായിട്ട് ടീച്ചർ ആന്ന് ബോർഡിൽ എഴുതുമ്പോൾ അവരും ആന്ന് ബോർഡിൽ എഴുതും. റേന്ന് വരെ അവർ സുഖമായിട്ട് ബോർഡിൽ എഴുതും. അത് അല്ലെങ്കിൽ ബുക്കിൽ എഴുതും. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. കാരണം എൻ്റെ മകൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് കുട്ടികൾ എഴുതാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവന് ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അവനത് സുഖമായിട്ട് എഴുതി. അതിൻ്റെ കാരണം ഈ 1 വയസ്സ് മുതൽ അവൻ ചിത്രം വരക്കുന്നത് തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ചിത്രം വരക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അച്ഛനമ്മക്കും കഴിവില്ല, അതുകൊണ്ട് എൻ്റെ കുട്ടിക്കും അത് ഉണ്ടാകില്ല വെച്ച് നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കണ്ട. കാരണം ചിത്രം വരച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ നന്നായിട്ട് എഴുതും, അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയായിരിക്കും. പിന്നെ ഈ വരക്കുക, ബുക്ക് വായിക്കുക, ബുക്കിലെ കഥകൾ വായിക്കാൻ ഇൻട്രസ്റ്റ് കൂടുക, ഇതൊക്കെ കൂടുന്നത് നല്ലത് തന്നെയല്ലേ. കാരണം നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ചിത്രം വരക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തി വരക്കുന്നത്. നമ്മൾ ഈ കളിക്കുടുക്ക അതുപോലുള്ളവ വരക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിലെ കഥകളും വായിക്കും. അപ്പം വരക്കാനുള്ളൊരു കഴിവ് മാത്രമല്ല, വായനാശീലം കൂടി കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടും നമ്മുടെ കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഭാവിക്കും വളരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക്